ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ച് ചപ്പാത്തിയേക്കാളും കൂടുതൽ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഗോതമ്പ് പത്തിരിയുടെ റെസിപ്പി നോക്കാം. ഇത് നമുക്ക് തേങ്ങാപ്പാലിൻ്റെയും ചിക്കൻ കറിയുടെയും മുട്ടക്കറിയുടെയും എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കത് റെഡിയാക്കാം. ഗോതമ്പ് പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് വെള്ളം ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, അങ്ങനെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ ഗോതമ്പ് പൊടിയിലേക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബോയിലായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തന്നെ ബോയിലായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചൂടോടുകൂടി തന്നെ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമെല്ലാം ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് മാറ്റം വരാം. വെള്ളം അഥവാ കുറച്ച് കൂടിപ്പോയാൽ ഈ സമയം കുറച്ചുകൂടെ പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. നന്നായി തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയ ശേഷം ഓരോ ബോൾസാക്കി ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. ഇപ്പോൾ കുറച്ച് ചൂടാറി വന്നിട്ടുണ്ട്. ഓവറായിട്ട് ചൂടാറിപ്പോവരുത്. കുറച്ച് ചൂടോടുകൂടി തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് അല്പം വെള്ളം തൊട്ടൊന്ന് നന്നായി കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് സ്റ്റിക്കിനെസ് ഇല്ലാതെ പെട്ടെന്ന് നന്നായി തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഡോ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബോൾസാക്കി എടുത്ത് ഇതൊന്ന് നന്നായി പരത്തിയെടുക്കാം. പത്തിരിക്ക് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള പത്തിരിക്കെല്ലാം പരത്തിയെടുക്കുന്ന അതേ സ്റ്റൈലിലാണ് ഇതും പരത്തിയെടുക്കേണ്ടത്. പ്രസ് ഉണ്ടെങ്കിൽ പ്രസ്സിൽ വെച്ച് പരത്തിയെടുത്താലും മതിയാവും. കുറച്ച് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പരത്തിയെടുക്കണം, ഇല്ലെങ്കിൽ കല്ലിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചൊന്ന് സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ ഇത് ലഭിക്കും. സൈഡിൽ ബാലൻസ് വന്നിട്ടുള്ള മാവ് നമുക്ക് അടുത്ത പത്തിരി പരത്തുമ്പോൾ അതിൻ്റെ കൂടെ എടുത്ത് പരത്തിയെടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റ് മാറ്റി കഴിയുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിലുള്ള പത്തിരി ലഭിക്കും. ഇതുപോലെ ഓരോ പത്തിരിയും നമുക്ക് പരത്തിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. ഇപ്പോൾ പാൻ വെച്ച് നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പത്തിരി പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. റൈസ് പത്തിരി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മറിച്ചിട്ട് ചുട്ടെടുക്കാം. ഇത് ആട്ടയായതുകൊണ്ട് തന്നെ ഒരു ഭാഗം നന്നായി ഒന്ന് ചൂടായതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഈ സൈഡും നന്നായി തന്നെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതിൽ നമ്മൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. തേങ്ങയും ജീരകവും ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ടാണ് അധികം പൊള്ള വരാത്തത്. അതൊന്നും ചേർത്ത് കൊടുക്കാതെ പ്ലെയിനായിട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ പരത്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പൊള്ളച്ച് വരും. ഇപ്പോൾ ബാക്ക് സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതൊന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും കൂടെ ഒന്നുകൂടെ ഒന്ന് മൊരിയിപ്പിച്ചതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാലൻസ് ഉള്ള എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. നമ്മളെപ്പോഴും ആട്ട വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും തേങ്ങാപ്പാലിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതിൽ തേങ്ങയും ചുവന്നുള്ളിയും ജീരകം എല്ലാം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ വെറുതെ റോൾ ചെയ്ത് കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പത്തിരി എല്ലാം റെഡിയായ ശേഷം ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്